ഹായ് ഓൾ വൈഷ്ണവാണ്. നമ്മൾ സ്പാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യത്തെ ദിവസം സ്പാർക്കിൽ എങ്ങനെ ലോഗിൻ ചെയ്യാം, അതുപോലെ സ്പാർക്കിൻ്റെ എൻറോൾമെൻറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, സ്പാർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് നമുക്ക് ലീവ് അപ്ലൈ ഒക്കെയാണ് കൂടുതലും സ്പാർക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഒരുപാട് ആക്സസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സോ നമുക്ക് ആദ്യം സ്പാർക്കിൻ്റെ വെബ്സൈറ്റിലോട്ട് കയറാം. അപ്പോൾ സ്പാർക്കിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറാൻ ഗൂഗിൾ ക്രോം വഴി spark.gov.in ഇതിനകത്താണ് കയറേണ്ടത്. സോ ഞാൻ ആദ്യം അതിനു മുമ്പ് നമുക്ക് ഈ സ്പാർക്കിൻ്റെ വെബ്സൈറ്റിൽ ക്യാപ്ച ഉള്ളതിനാൽ നമുക്ക് ക്യാപ്ച സോൾവ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഞാനിവിടെ വ്യൂ പോയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ NVIDIA ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് വ്യൂ പോയിന്റ് എനേബിൾ ചെയ്യാം. Viewpoint 12 of 34. ഓക്കെ, Viewpoint is ready. അപ്പോൾ വ്യൂ പോയിന്റ് എനേബിൾ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ നേരെ ഗൂഗിൾ ക്രോമിലോട്ട് പോവുകയാണ്. Google 14, Google Chrome 25 of 34. New tab. ഇവിടെ ഞാൻ സ്പാർക്ക് ലോഗിൻ സെർച്ച് ചെയ്യാണ്. SPARKKLOGIN. Spark. ഞാൻ നമ്മുടെ ആൽഫ ന്യൂമറിക് കീയിലെ 3 പ്രസ് ചെയ്യുന്നു. Main landmark clickable Spark login heading level 3 visited link. ഓക്കെ, സ്പാർക്ക് ലോഗിൻ അല്ലേ. Spark service and payroll administ clickable table with 1 row and 3. അപ്പോൾ ഇതാണ് സ്പാർക്കിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ നമ്മൾ ജോലിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ DDO നമ്മൾ സ്പാർക്കിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്കിവിടെ ലോഗിൻ ചെയ്യണമെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് തന്നെ, ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ട് ആൾക്കാർ ചെയ്യുന്നത് ഡയറക്റ്റ് ലോഗിൻ ചെയ്യുകയാണ്. അപ്പം ഞാനിവിടെ ടാബ് ചെയ്ത് പോവുകയാണ്. Forgot pass. Not registered a user yet. Register now. Link PLS. Click here to register new user. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. User registration. യൂസർ രജിസ്ട്രേഷൻ. Clickable table with 2 rows and 1 column. Row 2 column 1. This form is for creating individual user in Spark. This cannot be used for creating official users. ആണോ, ഇത് ഇൻഡിവിജ്വൽ യൂസേഴ്സിന് മാത്രമാണ്, ഒഫീഷ്യൽ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡൗൺ ഏരോ പ്രസ് ചെയ്ത് പോവാം. For establishment. Blank. Blank. Please enter the details as registered in Spark. Permanent employee number. PEN. ആദ്യം ചോദിക്കുന്നത് പെർമനന്റ് എംപ്ലോയി നമ്പർ ആണ്. പെൻ നമ്പർ കൊടുക്കണം. Edit. Name as in service book. Edit. Date of birth. DD/MM/AI. പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുക്കേണ്ടത്. Edit. Edit. Aadhaar no registered in Spark. സ്പാർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാർ നമ്പർ കൊടുക്കണം. Edit. Mobile no registered in Spark. പിന്നെ മൊബൈൽ നമ്പർ. Edit. Enter password. പിന്നെ നമ്മൾ സ്പാർക്കിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനുള്ള പാസ്വേഡ്. Edit protected. Blank. Confirm password. വീണ്ടും കൺഫേം പാസ്വേഡ് കൊടുക്കണം. Edit protected. Blank. 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 Button verify or generate OTP. അത് കഴിഞ്ഞ് ഇവിടെ ഇത് വെരിഫൈ OTP കൊടുത്തു കഴിഞ്ഞാൽ OTP വരും. OTP എൻ്റർ ചെയ്തതിന് ശേഷം ഇത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്പാർക്കിൽ ലോഗിൻ ചെയ്യാൻ കഴിയും. സോ നമുക്ക് ലോഗിൻ പ്രോസസ്സിലേക്ക് പോകാം. ഞാൻ ബാക്ക് അടിക്കുകയാണ്. Spark service and payroll administrator. Out of അപ്പോൾ ഇവിടെ കൺട്രോൾ ഹോം പ്രസ് ചെയ്ത് ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു. table with 1 row and 3 columns. Row 1 column 3 table with 6 rows and 2 columns. Row 3 column 2 edit pen. Row 3 column. ഇവിടെ പെൻ നമ്പർ അടിക്കാൻ വേണ്ടി പറയുന്നു. ഞാൻ എൻ്റെ പെൻ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. 94116 941,169. Row 4 column 2 edit protected blank has autocomplete. ഇനി പാസ്വേഡ് ആണ്. ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. Star. 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 Num lock off. Num lock on. Star. 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 Enter the characters as shown below. Submit sign in row 6 column 1 through 2. Table. Submit row 2 column 2. Edit blank. അപ്പോൾ അടുത്ത എഡിറ്റ് ബോക്സിൽ ഇതാണ് ക്യാപ്ചയാണ്. അപ്പോൾ ക്യാപ്ച നമുക്ക് അവിടെ Button submit. Enter the characters. Row 5 column 1 column 2. ഉണ്ടോ? Row 6 column 1 through 2. Enter the characters as shown below.
ഇവിടെ കാണിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യാനാണ് Button പറയുന്നത്. submit. Edit button submit. Button sign in. Edit button submit. Edit blank. ഓക്കെ, ഞാനിവിടെ വ്യൂ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്ന് ക്യാപ്ച റീഡ് ചെയ്യാൻ ശ്രമിക്കാം. OCR. Scanning screen. Results ready. Result dialog Spark service edit Spark service version login needs a ticket Spark fear vacant red disk cop note 3 updated 24 the accordance dated service integrate inform system administration set details trans consist automat ensure employ achieve user pass 9 enter the characters at 84,725 8 84,007. അപ്പോൾ ഞാനിവിടെ ക്യാപ്ച ഇവിടെ കാണിച്ചിരിക്കുന്നത് കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. Spark service and payroll sign in button. പേസ്റ്റ് ചെയ്തു, ടാബ് ചെയ്ത് സൈൻ ഇൻ ബട്ടണിൽ എൻ്റർ ചെയ്യാം. Spark Service and Payroll Administrative Repository for Kerala Google Chrome region www.spark.gov.in says dialog your last successful login was on 09/11/20. ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യാം. Spark Service and Payroll Administrative Repository for Kerala Google. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലോഗിൻ പേജിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് മെനൂസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നാവിഗേറ്റ് ചെയ്ത് കാണിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഞാനിന്നൊന്ന് നാവിഗേറ്റ് ചെയ്ത് കാണിക്കാം എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത്. ടാബ് ചെയ്ത് പോവാം. Clickable download Android app link. ഇവിടെ ഡൗൺലോഡ് ആൻഡ്രോയിഡ് ആപ്പ്, Download iOS app link. iOS ആപ്പ്, User manual link. യൂസർ മാനുവൽ, Annual confidential report link. ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്, Skip navigation links same page link. സ്കിപ്പ് നാവിഗേഷൻ, Table with 1 row and 20 columns row 1 column 1 profile/admin link. പ്രൊഫൈൽ/അഡ്മിൻ. നമ്മൾ പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്താണ്. Column 4 loans/advances link. നമ്മൾ വല്ല ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ കഴിയും. ലോൺസ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ്. Column 7 service matters link. അടുത്തത് സർവീസ് മാറ്റേഴ്സ്, സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. Column 10 income tax link. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. Column 13 provident fund link. PF, നമ്മുടെ PFൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതും PFൻ്റെ അഡ്വാൻസിന് അപ്ലൈ ചെയ്യുന്നതൊക്കെ ഇതിനകത്ത് വരും. Column 16 accounts link. പിന്നെ അക്കൗണ്ട്സ് ഉണ്ട്. Column 19 sign out link. സൈൻ ഔട്ട്. ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. അപ്പോൾ സൈൻ ഇൻ പ്രൊസീജിയറും രജിസ്ട്രേഷൻ പ്രൊസീജിയറുമാണ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഓരോ മെനുവിനകത്തും കയറി അതിലുള്ള ഓരോ ഓപ്ഷൻസും എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. സോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.